ഇനി എൻ്റെ അച്ഛനെയും അനിയനെയും അവൻ്റെ ഭാര്യനെയും. അച്ഛൻ സാക്ഷാൽ PKSP നായർ. പഠിക്കുന്ന സമയം തൊട്ട് പട്ടാളത്തിൽ ചേർക്കണം എന്നുള്ള ആഗ്രഹം അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, മുഴുവൻ ദേശസ്നേഹം എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചില്ല, അന്നൊക്കെ പഠിക്കാൻ ക്യാമറയില്ലാത്തൊരു കുട്ടീനെ ബെസ്റ്റ് ജോബ് പട്ടാളത്തിൽ ചേർപ്പിക്കുക. 10ാം ക്ലാസ് തോറ്റാലും ജയിച്ചാലും ഓപ്ഷൻ ഉണ്ട്. സോ അതിനുള്ള പ്രിപ്പറേഷൻ ഫുള്ളായിട്ട് അച്ഛൻ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചെങ്കിൽ അച്ഛൻ ഒരു സെക്കൻഡ് വേൾഡ് വാർ സോൾജറാണ്. 45 യുദ്ധത്തിലുണ്ടായിരുന്ന ആളാണ്. ഇന്നത്തെ പാകിസ്ഥാനിലും ബലൂചിസ്ഥാനിലും എല്ലാം സർവീസ് ചെയ്തിട്ടുണ്ട്, ബർമയിലും. ദെൻ അച്ഛൻ്റെ ഫാമിലി മുഴുവൻ പട്ടാളക്കാരാണ്. മൂത്ത ചേട്ടൻ നേവിയിൽ, അത് കഴിഞ്ഞ് അച്ഛൻ്റെ 2 അനിയന്മാർ പട്ടാളത്തിൽ, അനിയത്തിമാരുടെ 2 ഭർത്താക്കന്മാർ, 2 അനിയത്തിമാരുടെയും ഭർത്താക്കന്മാർ അവരും പട്ടാളത്തിൽ. സോ ടോട്ടലി ഞാൻ വളർന്നു വന്നിരിക്കുന്ന ആ തറവാട്ടിൽ പലപ്പോഴും ലീവിൽ വരുന്ന പട്ടാളക്കാരെ കൊല്ലത്തിൽ ഒരു 5 പ്രാവശ്യം കാണാം. കാരണം എന്താ വെച്ചാൽ ഈ 5 പേരും ലീവിൽ വരുന്ന 5 ഡിഫറെൻറ്റ് ടൈമിലായിരിക്കും. സോ ഐ കുഡ് ഫീൽ ദാറ്റ് യെസ് ദിസ് നോട്ട് ബാഡ്. കാരണം ഇവർ വരുന്ന സമയത്ത് കൊണ്ടുവരുന്ന ഈ ചോക്ലേറ്റിൻ്റെ വലിയ ടിന്നുകളും ഹൈക്കൗണ്ട് ബിസ്ക്കറ്റുകളും അന്ന് പട്ടാളത്തിൽ ഫ്രീ കിട്ടുന്നതാണ്. പക്ഷെ അത് ഇവിടെ കൊണ്ടുവന്നിട്ട് വിലസാലോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അന്ന് ഇവിടെ കിട്ടാത്ത സാധനങ്ങളാണ്. സോ ദാറ്റ് വാസ് അട്രാക്ഷൻ. അല്ലാതെ അന്ന് ദേശസ്നേഹമൊന്നും അല്ലായിരുന്നു കേട്ടോ, സത്യം പറയാൻ. ബട്ട് ദെൻ ആഫ്റ്റർ ജോയിനിങ് പട്ടാളത്തിൽ ഈ അച്ഛൻ വിചാരിച്ച പോലെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ വഴിക്ക് അച്ഛൻ്റെ അനിയൻ പട്ടാളത്തിലുണ്ടായിരുന്നു, സുകുമാരപ്പൻ നായർ. അങ്ങനെ സുബേദാറായിരുന്നു. മൂപ്പരുടെ ഹെൽപ്പ് മൂലം ആ ഒരു വേക്കൻസിയിൽ അവിടെ പോയി സെലക്ഷൻ കിട്ടി, പട്ടാളത്തിൽ സോൾജറായിട്ട് ചേർന്നു. അതിന് ശേഷമുള്ളതെല്ലാം വേറൊരു പ്രത്യേക ഒരു 3-4 വർഷത്തിനകത്ത് നടന്നത്. ഇറ്റ് വാസ് മൈ ഹാർഡ് വർക്ക് അലോങ് വിത്ത് മൈ ഫാദേഴ്സ് ഇൻസ്പിറേഷൻ ഇൻ ഫാക്ട്. കാരണം ഇംഗ്ലീഷ് എന്നെ പറയാൻ പഠിപ്പിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ തന്നെയാണ്. പട്ടാളത്തിൽ നിന്ന് ഇംഗ്ലീഷിൽ കത്തെഴുതാൻ പറയും, അത് അച്ഛൻ ഇവിടെ വായിച്ചിട്ട് അതിൽ കറക്റ്റ് ചെയ്തിട്ട് ആ ലെറ്റർ തിരിച്ചു വരും. അപ്പം അങ്ങനെ ഒരു 1.5 വർഷത്തിനുള്ളിൽ ഞാൻ അയക്കുന്ന കത്തുകളിൽ കറക്ഷനില്ലാതെ തിരിച്ചു വരാൻ തുടങ്ങി. ആദ്യമൊക്കെ ഫുൾ റെഡിങ് എൻട്രിയിൽ കറക്ഷനായിട്ടായിരിക്കും ലെറ്റർ തിരിച്ചു വരുന്നത്. സോ ഇംഗ്ലീഷിൻ്റെ ആ ഒരു കമാൻഡ് കിട്ടിയത് ദാറ്റ് വാസ് ബിക്കോസ് ഓഫ് ഹിസ് ഇൻഫ്ലുവൻസ്. കാരണം പഴയ ESLC ആണ്, എക്സാക്ട് ഗ്രാമറൊക്കെ വെച്ചിട്ടാണ് സംസാരിക്കൂ. അങ്ങനെയൊക്കെയുള്ളൊരു ഗുണമുണ്ട്. സോ ആ ബ്രിട്ടീഷ് ആർമിയുടെ ഒരു ഇൻഫ്ലുവൻസ് മൂപ്പറൊക്കെ ഉണ്ട് ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം. ദെൻ കംസ് മൈ ബ്രദർ കണ്ണൻ പട്ടാമ്പി. ഞാൻ പട്ടാളത്തിൽ ഇരിക്കുമ്പോഴും ഇവിടെ ചെറിയ ചില്ലറ കലാപരിപാടികളും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. പക്ഷെ ഞാൻ സിനിമയിൽ വന്ന് പട്ടാളത്തിന് ചേർന്നതിന് ശേഷം അതിന് മുമ്പേയും അല്ലറ ചില്ലറ അഭിനയിക്കാൻ പോക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു. ദെൻ ഈസ് ബേസിക്കലി ആൻ ആക്ടർ. പക്ഷേ ഇന്നിപ്പോൾ ചെയ്യുന്നത് പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കൂട്ടത്തിൽ ആക്ടിംഗ് ഉണ്ട്. സോ രണ്ടിൽ ഏതിനാണ് അവൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് അവൻ തന്നെ തീരുമാനിക്കണം. പ്രൊഡക്ഷൻ കൺട്രോളറാണോ അത് ആക്ടിങ് ചെയ്യണമെന്നുള്ളത് ദാറ്റ് ഈസ് ഹിസ് ഡിസിഷൻ. ദെൻ ദാറ്റ് ഈസ് ഹിസ് വൈഫ്. പിന്നെ ഇവിടെ ഒരാൾ മിസ്സിങ് ആണ്, ദാറ്റ് ഈസ് മൈ മദർ. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഞാൻ ലാൽ സാറിന് അഡ്വാൻസ് കൊടുക്കാൻ പോയത് ഈ വീട്ടിൽ നിന്ന് അമ്മയുടെ കാലും അച്ഛൻ്റെ കാലും എല്ലാം തൊട്ടിട്ട് പോയിട്ട് അഡ്വാൻസ് കൊടുത്ത് പടം കൺഫേം ആയിട്ട് ദാറ്റ് വാസ് ഓൺ March 11th അമ്മ ഞങ്ങളെല്ലാം വിട്ടു പോയിരിക്കും. ആൻഡ് ഷീ വാസ്, ഇപ്പം അമ്മ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഷീ വുഡ് ഹാവ് ബീൻ ടോട്ടലി ഇൻസൈഡ് ദ ക്യാമറ ബിക്കോസ് ഷീ വുഡ് ഹാവ് ബീൻ ഫിൽഡ് അറൗണ്ട്. ആ ഫീല് നമുക്ക് കിട്ടുമായിരുന്നു. നൗ യു ക്യാൻ സേ വാട്ട് യു ഫീൽ ലൈക്ക് അബൌട്ട് മീ. പ്രൗഡ് ഓഫ് മൈ സൺ. അവരെന്നെ പട്ടാളത്തിൽ ചേർന്നാൽ മതി, എനിക്ക് പഠിക്കാൻ കാലാഷ്ടം എന്ന് പറയുന്നു തുടങ്ങി. നല്ല പഠിക്കാതെ മടിയിട്ട് കുറച്ച് പട്ടാളത്തിൽ ചേരാനുള്ള മോഹം രണ്ടും കൂടിയാണ്ട് പട്ടാളത്തിൽ ചേർന്ന് കഴിഞ്ഞു. പിന്നെ ഞാൻ ഹി വാസ് സെൽഫ് മേക്കിംഗ്. തന്നെത്താൻ എല്ലാം തന്നെത്താൻ ഉയർന്നു വന്നതാണ്. പഠിപ്പിലും വർക്കിലും enthusiastic in everything. പിന്നെ എന്നോട് തന്നെ ഒരു മേജർ ജനറൽ പറയുണ്ടായി, യു ആർ എ പ്രൗഡ് ഫാദർ, യു മസ്റ്റ് ബി പ്രൗഡ് ഓഫ് യുവർ സൺ ഓൾസോ. എനിക്കെന്താ സംഭവിച്ചാൽ August 3 വരെ ചില്ലറ, ഈ August 3 വരെ ചില്ലറ സിനിമക്കാരുടെ അതിൽ ഈ പേര് വിട്ട് കണ്ണൻ പട്ടാമ്പി എന്ന് അറിയുന്നുണ്ട്. അതുവരെ കണ്ണൻ പട്ടാമ്പിയുടെ ഏട്ടനായിരുന്നു മേജർ രവി, ചെറുകിട സിനിമക്കാരുടെ ഇടയിൽ, വലിയ ആൾക്കാരുടെ ഇടയിലല്ല ഏട്ടൻ. അത് കഴിഞ്ഞ് August 3 കഴിഞ്ഞപ്പോൾ നേരെ തല കുത്തി തിരിച്ചു പറഞ്ഞു മേജറിയുടെ അനിയനായി കണ്ണൻ പട്ടാമ്പി. കാരണം അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ, ഏട്ടൻ്റെ പേരിൽ നമ്മൾ വരുന്നുള്ള എൻ്റെ ഇതേ ഉള്ളൂ.
പിന്നെ ഇപ്പം ഇങ്ങനെ ചില്ലറ ഇനിയിപ്പോൾ ചേട്ടൻ്റെ പടം തന്നെ ചെയ്തത് 5-6 പടത്തിന് അഡ്വാൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ അതുണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിലിരിക്കുകയാണ്. ഇപ്പോൾ വേറെ പണി അന്വേഷിക്കണമില്ല, അങ്ങനെ ഉറപ്പിച്ചിരിക്കുന്നുണ്ട്. ഇപ്പം ഇനി ഞാൻ അഭിനയിക്കണോ പ്രൊഫഷൻ കൺട്രോൾ ആവണമെന്ന് ഏട്ടൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. അത് വിട്ടുകൊടുത്തിരിക്കുകയാണ് നമ്മുടെ കാര്യങ്ങൾ. എൻ്റെ ഭാര്യ, ദാറ്റ് ഈസ് മൈ വൈഫ് അനിത, ആൻഡ് ദിസ് ഇസ് മൈ സൺ അർജുൻ, ഹു ഈസ് സ്റ്റഡിയിങ് ഇൻ 11th സ്റ്റാൻഡേർഡ് അല്ലേ. ഞങ്ങൾ തമ്മിലുള്ള കല്യാണം 1988 December 30th. ആസ് യൂഷ്വൽ ചിലപ്പോൾ ചോദിക്കും ഒരു സിനിമാക്കാരൻ ഇങ്ങനെയൊക്കെയുള്ള റൊമാൻസ് ഉണ്ടായിരുന്നു. റൊമാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, സ്ട്രേറ്റ് അവേ അറേഞ്ച് മാരേജ്. മൈ മദർ ആൻഡ് ഫാദർ വെൻ ആൻഡ് സോ ഹർ. പിന്നെ ചോദിക്കും പട്ടാമ്പിക്കാരൻ്റെ അടുത്ത് തിരുവനന്തപുരത്ത് പോയിട്ട് കല്യാണം കഴിച്ചു എന്നുള്ളത്. സോ മച്ച് ഓഫ് ഡിസ്റ്റൻസ് അല്ലേ. ചൊവ്വാദോഷം ജാതകത്തിൽ വിശ്വസിക്കുന്ന എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും അത് വിശ്വസിക്കുന്ന ഒരാൾക്കാരാണ്. പക്ഷേ ചൊവ്വാദോഷമുള്ള ഒരു പെണ്ണിനെ തന്നെയാണ് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞ് തിരഞ്ഞു പിടിച്ച് ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചു. അന്ന് എനിക്ക് ഞാൻ പലയിടത്തും പറയാറുള്ള പോലെ കല്യാണം കഴിച്ചിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ എൻ്റെ ഭാര്യനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളത് എനിക്കും അറിയില്ലായിരുന്നു. സോ ഇറ്റ് വാസ് ജസ്റ്റ് എ അഡ്ജസ്റ്റ്മെൻറ്റ് ഓൺലി. ഐ നെഗ്ലക്റ്റഡ് ദം. ഇൻ ഫാക്ട് ഐ കോൺസെൻട്രേറ്റഡ് ഓൺ മൈ ജോബ്. എൻ്റെ ജോലിയിൽ കോൺസെൻട്രേഷൻ ടോട്ടലി. രവിയേട്ടൻ കല്യാണം കഴിച്ച ഉടനെ ആദ്യം പറഞ്ഞത് മൈ ഫസ്റ്റ് ലവ് ഇസ് മൈ ഡ്യൂട്ടി, അത് കഴിഞ്ഞിട്ട് വരുന്നതേ ഉള്ളൂ ബാക്കിന്ന്. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇതെല്ലാം പോക്കാന്ന്. ബിക്കോസ് നമ്മൾ കല്യാണം കഴിച്ചിട്ട് ആദ്യം വരുമ്പോൾ എന്താ വിചാരിക്കുക, ഭർത്താവ് വരും, ഹി വിൽ ടേക്ക് കെയർ ഓഫ് യു, കുറച്ച് നേരം കൂടെ ഇരിക്കും, സ്നേഹിച്ച് എന്തെങ്കിലും വർത്താനം പറയും. അതൊന്നും നടന്നില്ല. എപ്പം കാണുമ്പോഴും ഒരു യൂണിഫോം കാണും, ഒരു തോക്ക് കയ്യിൽ കാണും. ഈ പേടിയിലാണ് ഈ കുട്ടി ഉണ്ടായത്. കുട്ടി ഉണ്ടായ പേടി 2 മാസം വരെയും പറഞ്ഞില്ല. എന്താ വെച്ചാൽ എന്താ സംഭവിക്കാൻ പോകണമെന്ന് അറിയില്ല. ഏത് രാത്രി നോക്കുമ്പോൾ തലേൻ്റെ അടിയിൽ ഒരു വലിയ തോക്കും വെച്ചിട്ട് ആൾ കിടക്കണത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 3ാമത്തെ മാസമാണ് ഞാൻ പറഞ്ഞത് തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. ആൾക്ക് ഒരു കുഴപ്പമില്ല, എന്ത് പ്രഗ്നൻ്റ് എന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട്, ആഫ്റ്റർ മാരേജ് ഐ ഹാവ് ബിക്കം എ വെരി വെരി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് എ കോൺഫിഡൻറ്റ് വുമൺ. അതിൻ്റെ ക്രെഡിറ്റ് ഫുൾ രവിയേട്ടനാണ് പോകേണ്ടത്. ബിക്കോസ് ആദ്യമേ പറഞ്ഞു എൻ്റെ അടുത്ത്, ഡോണ്ട് എക്സ്പെക്ട് മീ ഫോർ എനിത്തിങ്. ഒരു കാര്യത്തിന് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, എനിക്ക് വേണ്ടി ഒരു കാര്യത്തിനും ഡിസിഷൻ എടുക്കേണ്ട. എന്താ കറക്റ്റ് തോന്നുന്ന ഗോ ഹെഡ് വിത്ത് ഇറ്റ്.